ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 20 എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു തുണിയിൽ ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ ചിത്രം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എംബ്രോയിഡറി ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ മുടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മുടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ സ്റ്റിച്ചാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ സ്റ്റിച്ചസും ഓൾറെഡി ഞാൻ മുമ്പ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ബേസിക് എംബ്രോയിഡറി സ്റ്റിച്ചസിൽ ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമുക്ക് ഈ ബാക്കി സ്ഥലത്തും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കാണുന്ന ഈ റൗണ്ടിൽ നമുക്ക് ഈ ഹെയർ ബൺ പോലെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ട് നൂലെടുത്തിട്ട് അത് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം നമ്മൾ സാധാരണ മുടി മടിയുന്ന പോലെ മടിഞ്ഞെടുത്തിട്ട് റൗണ്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടോളൂ. ഇപ്പോൾ ഈ കുട്ടിയുടെ ഹെയർ കംപ്ലീറ്റ് ആയി. നമുക്ക് ഈ ബണ്ണ് കെട്ടിയതിൻ്റെ അടിയിൽ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ കളറ് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്.
ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ നെക്ക് പോർഷനും പിന്നെ കൈയുടെ ആ ഭാഗമൊക്കെ അതിന് വേണ്ടിയിട്ട് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ പോർഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പഴയ ഷോളിൻ്റെ ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നെറ്റിൻ്റെ ഫാബ്രിക്കാണ്. അത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടിട്ട് ഒരു സ്കേർട്ട് പോലെ അവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്തിട്ട് തന്നെ സ്കേർട്ട് ചെയ്യാം. ഞാനിപ്പം ഇതുപോലെയാണ് ചെയ്യുന്നത്. ഒരു സ്കേർട്ടിൻ്റെ ഷേപ്പിൽ വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ചെയ്യുന്നത്. കൈ കൊണ്ട് തുന്നിയാലും മതി, വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. തുന്നി കഴിഞ്ഞിട്ട് പിന്നെ ആ റോ എഡ്ജസ് കാണാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ 2-3 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ലെങ്ത്തിൽ. മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അധികം റോ എഡ്ജസ് കാണില്ലായിരുന്നു. അത് ഞാൻ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സാറ്റിൻ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കുട്ടിയുടെ കയ്യിലൊരു ബൊക്കെ വരച്ചിട്ടുണ്ട് ഞാൻ. അതിൽ ആദ്യം സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റെംസൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ലീഫും ഫ്ലവറും ഒക്കെ ചെയ്യാം. സ്റ്റെംസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ചെറിയ ലീഫ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ലേസി ഡേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സ്റ്റിച്ചസും ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു പോകുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലീവ്സും എല്ലാം ഞാൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ചെയ്യാം. അതിനു വേണ്ടി ഞാൻ സിമ്പിളായിട്ട് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. ഇതിലിപ്പം ബാക്കി ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തു. പിന്നെ ഈ കുട്ടിയുടെ ടോപ്പ് ഞാൻ ഫാബ്രിക് പെയിൻറ് ചെയ്തിട്ടുള്ളത്. വൈറ്റും റെഡും കളറ് മിക്സ് ചെയ്തിട്ട് പിങ്ക് കളറാക്കിയിട്ടാണ് ഫാബ്രിക് പെയിൻറ് ചെയ്തത്. ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ സൈഡൊക്കെ ഒരു ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്യാം. ബ്ലൗസിന് ചുറ്റും ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി കംപ്ലീറ്റ് ആയി. ഇതുപോലെയാണ് കംപ്ലീറ്റ് ആയിട്ടാകുമ്പോൾ ഉണ്ടാവുക. ഇനി നമുക്കിത് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് തന്നെ ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബാക്കിലത്തെ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത ക്ലോത്ത് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.